ശ്രീ റെജി ലൂക്കോസിലേക്ക് പോകുന്നു. മാഷ് ചോദിച്ച ചോദ്യങ്ങളുണ്ട്, പ്രേക്ഷകരുടെ ധാരാളം പ്രതികരണം വരുന്നുണ്ട്. പതിവ് പ്രേക്ഷകർ എല്ലാവർക്കും നമസ്തേ. ഓരോന്നായി മറുപടി പറയാനുള്ള സമയം ഇല്ല. അതിലൊരു ചോദ്യം, അങ്ങ് ശ്രീനാരായണ ഗുരു പഠിപ്പിച്ച പാഠങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ മദ്യത്തെക്കുറിച്ച് പറഞ്ഞത് അങ്ങ് പറയാതെ പോയി. അത് പുതിയ സർക്കാരിൻ്റെ മദ്യനയം മൂലമാണോ എന്നൊരു ചോദ്യം പ്രസക്തമായി തോന്നി. നമുക്കൊരു 59 സെക്കൻഡ് ഒരു പ്രസംഗം ഒന്ന് കേട്ട് വരാം. അമൽ, അദ്ദേഹം ഒരു ദിവസം കാസർഗോഡാണെങ്കിൽ പിറ്റേ ദിവസം പാലക്കാടാണ്, അടുത്ത ദിവസം തൃശ്ശൂരാണ്, അടുത്ത ദിവസം കൊല്ലത്താണ്, അടുത്ത ദിവസം തിരുവനന്തപുരം, ആലപ്പുഴ, ഇങ്ങനെ കേരളം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഈ പ്രായത്തിൽ ഓടി നടന്ന് ഈ സംഘടനയുടെ കൃത്യമായ ചിട്ടയായ പ്രവർത്തനം ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ചുമതലയേക്കുന്ന കാലഘട്ടത്തിൽ കുത്തഴിഞ്ഞൊരു പുസ്തകം പോലെ കിടന്നിരുന്ന SNDP യോഗത്തെ നന്നായി കുത്തിക്കെട്ടി ഒരു പുസ്തകമാക്കി രൂപാന്തരപ്പെടുത്തി അടുക്കും ചിട്ടയുമുള്ളൊരു സംഘടനയാക്കി മാറ്റി SNDP യോഗം ഒരു ശക്തിയായി വളർത്തിക്കൊണ്ടുവരുന്ന രംഗത്ത് നേതൃത്വപരമായ പങ്ക് വഹിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ് എന്നെല്ലാവർക്കും അറിയാം. ഈ പ്രസംഗമാണ് ജയചന്ദ്രൻ മാഷ് ചൂണ്ടിക്കാട്ടിയത്. ശ്രീ റെജി ലൂക്കോസ്, സമയമില്ല, ഞാൻ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നുമില്ല, അങ്ങേക്ക് പ്രതികരിക്കാം. അതായത് ശ്രീ വെള്ളാപ്പള്ളി നടേശനല്ല ആരാണെങ്കിലും ഈ പരിഷ്കൃത കേരളീയ സമൂഹത്തിൽ മതവിദ്വേഷം വളർത്തി ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് അംഗീകരിക്കത്തില്ല. എന്നെ പോലെയുള്ളവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ പഠിച്ചിരിക്കുന്ന ഇടതുപക്ഷ വികാരങ്ങളും പാഠാവലികളിലും അത് വളരെ മുമ്പിൽ നിൽപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ മതനിരപേക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ശബ്ദമുയർത്തുന്നത്. ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫിൽ UAE-യിൽ ഒരു മണി ചീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കേസ്, അതിൽ അദ്ദേഹം പ്രതിയാണെന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹത്തിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തപ്പോൾ അദ്ദേഹത്തിനെ, അതറിയാലോ, അവിടുത്തെ നിയമങ്ങൾ അറിയാമല്ലോ, അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ള ഒരാളുടെ പേര് MI യൂസഫ് അലി എന്നാ. എന്തുകൊണ്ടാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ അറയ്ക്കുന്ന മതവിദ്വേഷം, മുസ്ലിം വിരുദ്ധത പറയുന്ന ഈ വ്യക്തി അന്ന് എന്തുകൊണ്ടാണ് സഹായം നേടിയത്? അതിനുവേണ്ടി അദ്ദേഹം അഭ്യർത്ഥിച്ച ആരോടാണ്? ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഒന്ന്, അപ്പൊ ഈ മതവിദ്വേഷം എന്താ പറയാ അറയ്ക്കുന്ന മതവിദ്വേഷം പറയുമ്പോൾ ഇതെല്ലാം അവരൊന്നും പാലിക്കണ്ടേ? കേരളം അങ്ങനെ അത്രയ്ക്ക് ഹതപ്പതിച്ചു കിടക്കുന്ന ഒരു സമൂഹമാണോ? രണ്ടാമത്തെ വസ്തുത എന്ന് പറയുന്നത്, ബഹുമാനപ്പെട്ട ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനെതിരെ അതിശക്തമായ ഭാഷ, എനിക്ക് ശ്രീമാൻ സാർ ഉദ്ധരിക്കുന്നത് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് M സ്വരാജിന്റെ പ്രസ്താവന വന്നിരിക്കുന്നത്. M സ്വരാജിന്റെ പ്രസ്താവനയിൽ വളരെ ശക്തമായ രീതിയിൽ ഞാൻ അങ്ങേ തടസ്സപ്പെടുത്തുന്നില്ല. CPM സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന വന്നു, വെള്ളാപ്പള്ളി എന്നൊരു വാക്ക് അവിടെ ഇല്ല. SNDP യോഗത്തിനൊരു ഉപദേശം മാത്രമേ ഉള്ളൂ, നിങ്ങൾ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കണമെന്ന്. എന്ത്, M സ്വരാജും CPM സെക്രട്ടേറിയറ്റിന് അംഗമല്ലേ? M സ്വരാജ് പറഞ്ഞ ഭാഷ, M സ്വരാജ് പറഞ്ഞ ആശയം, M സ്വരാജിൻ്റെ വികാരം പ്രകടിപ്പിക്കാൻ സെക്രട്ടേറിയറ്റിനോ പാർട്ടി നേതൃത്വത്തിനോ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കോ മുഖ്യമന്ത്രിക്കോ പേടിയോ ഭയമോ അറപ്പോ ഉണ്ടോ? വെള്ളാപ്പള്ളി എന്നുള്ളൊരു വാക്കില്ല. ശ്രീ റെജി ലൂക്കോസ്, അങ്ങേക്ക് തുടരാം. അങ്ങത് മുഴുവൻ വായിച്ചില്ല എന്ന് തോന്നുന്നു. അദ്ദേഹം ഇത്തരം മതവിദ്വേഷങ്ങൾ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ മതവിദ്വേഷം പറഞ്ഞ ആരാ? തമിഴ്നാട് മുഖ്യമന്ത്രിയാണോ? അതായത് ആന്ധ്രാപ്രദേശിലെ നേതാവാണോ? അല്ലല്ലോ. കുത്തുകൾ യോജിപ്പിച്ച് നമ്മൾ ഉത്തരം കണ്ടെത്തണം അല്ലേ? ഈ കുത്തുകളൊക്കെ യോജിപ്പിച്ചിട്ട് ഉത്തരം കണ്ടെത്തണമെന്നാണ് അങ്ങ് പറയുന്നത്. എന്താണ് പേടിക്കുന്നത് വെള്ളാപ്പള്ളി എന്ന് ഉച്ചരിക്കാൻ? വെള്ളാപ്പള്ളിയെ പേടിച്ചിട്ടാണോ CPM ഇവിടെ അധികാരത്തിൽ വന്നിരിക്കുന്നത്? വെള്ളാപ്പള്ളി നടേശനെതിരെ അതിശക്തമായ ഭാഷയിൽ പ്രതികരിച്ച ഒരാളായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി. 2015 കോഴിക്കോട് പാളയത്ത് മാൻഹോളിൽ ഒരു 2 ആന്ധ്രാപ്രദേശ് തൊഴിലാളികൾ കുടുങ്ങിയപ്പോൾ അവരെ രക്ഷപ്പെടുത്താണ്ട് അങ്ങോട്ട് ചാടി ജീവൻ ത്യജിച്ചൊരു വ്യക്തിയുടെ പേരുണ്ട്, നൌഷാദ്. അന്ന് ഈ നൌഷാദിനെതിരെ, മുസ്ലിം സമൂഹത്തിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ രീതിയിലുള്ള ഒരു വിഷലിപ്തമായ അറയ്ക്കുന്ന വിദ്വേഷ പ്രസംഗം കേരളം ഇന്നുവരെ കണ്ടിട്ടുണ്ടോ? പ്രതിദിനം അറിയാൻ പറ്റുമോ? അങ്ങനെയുള്ള വെള്ളാപ്പള്ളി നടേശൻ ഇപ്പൊ പതിവായിട്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഇന്നലെ പറഞ്ഞ വേറൊരു വാചകമുണ്ട് കോട്ടയത്ത് വെച്ച്, അത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ പാർട്ടിയാണ് കേരള കോൺഗ്രസ്. ആ ക്രിസ്ത്യാനികൾ ആ കേരള കോൺഗ്രസിലൂടെ പിടിച്ചു പറിക്കുന്നു അവരുടെ അവകാശങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞത്. ആ റാന്നി MLA എന്ന് പറയുന്ന ആള് ക്രിസ്ത്യാനിയാണോ? പ്രമോദ് നാരായണൻ വളരെ മാന്യനായ ഒരു MLA അല്ലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേരളത്തിൽ, അതുപോലെ തന്നെ സ്ത്രീകളെ സന്താനം ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്ഷൻ കമ്പനിയായിട്ട് അദ്ദേഹം ഇതിൽ പ്രഖ്യാപിച്ചില്ല. ഇതാണോ കേരളത്തിലെ സ്ത്രീകളോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം? മുസ്ലിങ്ങൾ കേരളത്തിൽ 2040 കേരളത്തിൽ മുസ്ലിം ലീഗ് ഭരണത്തിലേറുമെന്ന്, മുസ്ലിങ്ങളുടെ എണ്ണം കൂട്ടുമെന്ന് പറഞ്ഞതാണോ വെള്ളാപ്പള്ളി നടേശനെ നമ്മൾ അംഗീകരിക്കേണ്ടത്? നിങ്ങൾ പറയൂ. ഞാൻ എന്റെ ജീവിതത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും എല്ലാ പഞ്ചായത്തിലും തന്നെ കയറിയിട്ടുള്ള ആളാണ്. ഞാൻ കണ്ടിരിക്കുന്ന ഏറ്റവും നല്ല മതസൗഹാർദ്ദമുള്ള മനുഷ്യരും നല്ല മനുഷ്യരും മലപ്പുറം ജില്ലയിൽ അടിപൊളിയായിട്ട് ഞാൻ പറയുന്നു. നിങ്ങൾക്ക് ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. ഇത്രയും നല്ല മനുഷ്യർ ജീവിക്കുന്ന ഒരു സ്ഥലം
ഈ കേരളത്തിലില്ല. അറിയോ? നിങ്ങളൊന്ന് മനസ്സിലാക്കിയോ? അതുപോലെ തന്നെ ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ വ്യക്തി കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിന് എതിരെ, അതാണ് ഞാൻ ബഹുമാനപ്പെട്ട നമ്മളൊക്കെ ആദരിക്കുന്ന 126 ലോകത്തിലെ സർവകലാശാലകളിൽ പാഠ്യപുസ്തകമായിരിക്കുന്ന ശ്രീനാരായണ ഗുരുദേവനും അതുപോലെ തന്നെ കുമാരദാസൻ ഇരുന്ന ആ കസേരയിൽ ഇരുന്നുകൊണ്ട് ഇദ്ദേഹം 30 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഈഴവ കമ്മ്യൂണിറ്റിക്ക് എന്ത് സഹായം അദ്ദേഹം ചെയ്തിരിക്കുന്നത്? ഇദ്ദേഹത്തിന്റെ പേരിൽ കോളേജ് ഉണ്ടായിരുന്നല്ലോ, വെള്ളാപ്പള്ളി നടേശൻ എഞ്ചിനീയറിംഗ് കോളേജ്. ഇപ്പൊ അതിന്റെ അവസ്ഥ എന്താ? എന്നിട്ടാട്ടെ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം പറയാനായിട്ട് നിങ്ങൾ ശ്രീ രജി, ഞാൻ അങ്ങയുടെ സമയം തരാം, പക്ഷെ അങ്ങ് ഇപ്പോഴും വിഷയത്തിലേക്ക് വരുന്നില്ല. ശ്രീ രജി, വെള്ളാപ്പള്ളി ഉയർത്തിയ ചില പ്രശ്നങ്ങളുണ്ടല്ലോ, വെള്ളാപ്പള്ളി ചോദിച്ച ചില ചോദ്യങ്ങളുണ്ടല്ലോ. അങ്ങ് പോലും പാവം ശിവൻകുട്ടിയെ, ഞങ്ങളുടെ തിരുവനന്തപുരത്തുകാരനാണ്, പക്ഷെ ശിവൻകുട്ടിയെ കുറിച്ച് അങ്ങ് പറഞ്ഞത് എന്താണ്? ശിവൻകുട്ടി ഇതെല്ലാം കഴിഞ്ഞ് പറഞ്ഞ എന്താണെന്നറിയോ? വിരട്ടണ്ടെന്ന് പറഞ്ഞ് ശിവൻകുട്ടി 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ, ഇന്നേക്ക് ഇപ്പൊ 8 ദിവസം ആകുന്നു, പറഞ്ഞ എന്താണെന്നറിയോ? ഞാൻ ആരെയും വെല്ലുവിളിച്ചിട്ടൊന്നും ഇല്ല എന്നാ പറഞ്ഞത്. മയപ്പെടുത്തി, നടപ്പാക്കിയിട്ടുമില്ല ഇതൊന്നും. ശ്രീ റെജി ലൂക്കോസ്, അദ്ദേഹം ഉയർത്തിയ പ്രശ്നങ്ങൾ, സമ്മർദ്ദ തന്ത്രത്തിന് സർക്കാർ വഴങ്ങുന്നു. എന്ത് പരിഷ്കാരം കൊണ്ടുവന്നു കഴിഞ്ഞാലും, എന്ത് നിർദ്ദേശം കൊണ്ടുവന്നു കഴിഞ്ഞാലും അത് സമസ്തയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, മതപണ്ഡിതന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് നടപ്പാക്കാൻ അനുവദിക്കുന്നില്ല. നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിൽ ബക്രീദിന്റെ അവധിക്കും നമ്മൾ കണ്ടു. ഒരു ദിവസം മാത്രം അവധി എന്ന് വെല്ലുവിളിച്ച വിദ്യാഭ്യാസ മന്ത്രി മിണ്ടാതിരുന്നു. അവധി 2 ദിവസമായി. ഒരു ദിവസം ബക്രീദിന്റെ വിശേഷാൽ അവധി. നമ്മൾ കണ്ടടച്ചിരുട്ടാക്കരുത്. റെജി ലൂക്കോസ്, വിഷയത്തിലേക്ക് വരും. വെള്ളാപ്പള്ളിയെ കുരിശിക്കയറ്റുന്നതിന് മുമ്പ് വെള്ളാപ്പള്ളി ഉയർത്തിയ പ്രശ്നങ്ങൾ, ആശങ്ക, ആ പ്രശ്നം, അതിന് മറുപടി പറയൂ ശ്രീ രജി. വെള്ളാപ്പള്ളിയുടെ ആശങ്കയ്ക്ക് ഇവിടെ യാതൊരു വിലയുമില്ല. വെള്ളാപ്പള്ളി പറയുന്ന ആശങ്ക മുഴുവനും ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങൾക്ക് നേരെ എതിരാ. തന്നെയുമല്ല, അങ്ങനെ എന്തെങ്കിലും വിഷയം, ഇപ്പൊ കോളേജിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞു. മലപ്പുറം ജില്ല അവിടെ ഒരു ശാസ്ത്രീയ കോളേജ് ഉണ്ട്, രസൻ കോളേജ്. അതിനുശേഷം വിദ്യാഭ്യാസ വകുപ്പായിട്ട് ഇടപെട്ടപ്പോൾ നമ്മൾ അറിഞ്ഞെന്താ, ഒരു അപേക്ഷ പോലും ഒരു കൊടുത്തില്ല. അപേക്ഷ പോലും ഇല്ലാണ്ട് വീട്ടിൽ ചെന്ന് വിളിച്ചു പറയുമോ നിങ്ങളൊരു കോളേജ് തുടങ്ങിക്കൊള്ളാൻ? അതല്ല ഞങ്ങൾ ഉദാഹരണം പറഞ്ഞത്. പിന്നെ വി ശിവൻകുട്ടിനെ എന്തിനാണ് ഈ പ്രദീപുള്ള ഇതുപോലെ വക്രീകരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞ നിലപാടിന് എവിടെ മാറുന്നത് നിങ്ങൾ പറയുന്നത്? സൂമാ ഡാൻസിൽ നിന്നും പിന്മാറിയോ? ഈ പറഞ്ഞ ടൈം ചേഞ്ചിനെ കുറിച്ച് പറഞ്ഞതിൽ നിന്ന് പിന്മാറിയോ? നടപ്പാക്കിയിട്ടില്ല. ജനാധിപത്യത്തിലെ എല്ലാ മതവിഭാഗങ്ങളെയും വിശ്വാസ സമൂഹങ്ങളെയും ഒരുപോലെ കാണുന്ന സമൂഹം ജനാധിപത്യത്തിന്റെ പ്രത്യേകത. അത് CPM കാണും. പിന്നെ വെള്ളാപ്പള്ളി നടേശന് മുമ്പിൽ മുട്ടുമുടക്കുന്നതൊക്കെ നിങ്ങൾ എങ്ങനെയാ പറയുന്നത്? വെള്ളാപ്പള്ളി നടേശനെ രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾക്കെതിരെ സംസാരിച്ചുള്ള ഒരു വ്യക്തിയാണ് ഈ കേരളം ഭരിക്കുന്ന ബഹുമാനപ്പെട്ട പിണറായി വിജയൻ. അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ വാസവന്റെ കാര്യം നിങ്ങൾ എടുത്തിട്ടു. അതേ വേദിയിൽ കെ ബാബു, തൃപ്പൂണിത്തുറയിലെ MLA, ഹൈബീഡ് എറണാകുളത്തെ MP, അദ്ദേഹത്തിന് പാടിപ്പൂടി അത് ശ്രീമാൻ സാർ ഞാനും അംഗീകരിക്കുന്നുണ്ട്. കാരണം ഒരു മനുഷ്യനെ ആദരിക്കുന്ന വേദിയിൽ അതേ ഏതെല്ലാം രീതിയിലുള്ള തെറ്റുകാരനാണെങ്കിലും ഒരു വേദിയിലിരുന്ന് അദ്ദേഹത്തിന് കുറ്റപ്പെടുത്തുക എന്നുള്ള ഒരു പൊതു സംസ്കാരമല്ല. എന്നാൽ VD സതീശൻ പറഞ്ഞില്ലേ, VD സതീശൻ അതിന് കേസെടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ രണ്ടുപേര് പറഞ്ഞതിൽ ഏതാ നമ്മൾ വിശ്വസിക്കേണ്ടത്? VD സതീശൻ പറഞ്ഞതാണോ അപ്പുറത്താണോ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ കേരളം എന്ന് പറയുന്ന ഒരു ബഹുസ്വരതയുള്ള ഒരു കേരളം, ഇത്രയും പരിഷ്കൃതമായ കേരളത്തിൽ, ഇത്രയും വിദ്യാസമ്പന്നരായ കേരളത്തിൽ ലോകം മുഴുവൻ ആദരിക്കുക, കേരളത്തിന്റെ വളർച്ചയ്ക്ക് ഏറെ സംഭാവന ചെയ്തിട്ടുള്ള SNDP സമൂഹം, SNDPയുടെ സുഹൃത്തുക്കൾ, അവരുടെ അനുയായികൾ ഇന്നും കേരളത്തിൽ മതേതരത്തിന് വേണ്ടി വലിയ സംഭാവന ചെയ്യുന്ന നല്ലൊരു ജനക്കൂട്ടമാണ്. അതിന്റെ തലപ്പത്തിരുന്നുണ്ട്, ഒരു വിഭാഗത്തിന് തലപ്പത്തിരുന്നുണ്ട് ഇദ്ദേഹം പറയുന്നത് ഞാൻ എന്റെ സമൂഹത്തിന് വേണ്ടി ശബ്ദിക്കുന്നത്. അദ്ദേഹം ആ സമൂഹത്തിന് വേണ്ടി എല്ലാം സംസാരിക്കുന്നത്. അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറഞ്ഞ മഹാനായ വ്യക്തിത്വത്തെ അപമാനിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അംഗീകരിക്കുന്നുണ്ടോ? പിന്നെ നേരത്തെ മദ്യം എന്ന് പറഞ്ഞു. ഇത് അറിയപ്പെടുന്ന ഒരു അബ്കാരിയല്ലേ? എത്രയോ ബാറുകൾ അദ്ദേഹത്തിനുണ്ട്. ശ്രീനാരായണ എന്താ പറഞ്ഞത്? കള്ള് ചെത്തലെന്ന് പറഞ്ഞ മനുഷ്യനാ, കള്ള് കുടിക്കരുതേ. അപ്പൊ അതുകൊണ്ട് വെള്ളാപ്പള്ളി അബ്കാരി ആയിരുന്നിരിക്കാം. ഇപ്പോഴത്തെ സർക്കാരിന്റെ നയം നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചല്ല, അങ്ങ് ചർച്ച വഴിമാറ്റി വിടുകയും ചെയ്തത് അബ്കാരി നയത്തിലേക്ക് പോകുന്നില്ല. പക്ഷെ അങ്ങ് ന്യായീകരിച്ചുകൊണ്ട് പറയുകയാണ് ഏറ്റവും ഒടുവിൽ പോലും മദ്യം ഉത്പാദിപ്പിക്കാനും വിൽക്കാനും ഉള്ള സൗകര്യങ്ങൾ കൂടുതൽ ഏർപ്പെടുത്തുകയുള്ളൂ.